ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗം LDFും UDFും ചേർന്ന് കസേര കളിച്ച് കുളമാക്കിയതിൽ പ്രതിഷേധമറിയിച്ച് BJP കൗൺസിലർമാർ. ജനങ്ങളുടെ പ്രശ്നത്തിന് ഇരു കൂട്ടരും നൽകിയത് പുല്ലുവിലയെന്നും ആരോപണം. നഗരസഭയിലെ 5ഓളം വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കാനാക്കാം ഉള്ള പ്രപ്പോസലുമായി ചർച്ചയ്ക്ക് വന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അടക്കം വിലവെക്കാതെ നിസാരമായ സീറ്റ് പ്രശ്നത്തിൽ LDF UDF ജനപ്രതിനിധികൾ കൗൺസിലിൽ നടത്തിയ ബഹളം തികച്ചും പ്രതിഷേധാർഹമെന്ന് BJP കൗൺസിലർ അർച്ചന സജിത്ത്. കസേരകളി മാറ്റി നിർത്തി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ LDF UDF കൗൺസിലർമാർ സഹകരിക്കുകയാണ് വേണ്ടതെന്നും അർച്ചന സജിത്ത് ചൂണ്ടിക്കാട്ടി. കുടിവെള്ള ലഭ്യത കൂട്ടുന്നതിനായിട്ടുള്ള പ്രപ്പോസൽ അടക്കമായിട്ടാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഇന്ന് കൗൺസിൽ യോഗത്തിൽ വരുന്നതും. LDF UDFിൻ്റെ കൂട്ടുകളി, കസേരകളി എന്ന് തന്നെ പറയാം, പേര് മാറ്റിയ സീറ്റിലിരുന്നു, അങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾ പറയുന്ന പിണക്കം പോലെയുള്ള വിഷയങ്ങളുമായി സംസാരിച്ച് ആ അജണ്ട നീക്കുകയും ആ പ്രപ്പോസൽ ഒന്ന് എന്താണെന്ന് പോലും 39 കൗൺസിലർമാർക്ക് അറിയാൻ സാധിച്ചില്ല. ഞങ്ങളുടെ വാർഡിലേക്ക് എത്തേണ്ട പ്രപ്പോസലുകളായിരുന്നു അതെല്ലാം. കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒത്തുകളി മാറ്റി നിർത്തി ജനങ്ങളുടെ ഇടയിലേക്ക്, ജനങ്ങളുടെ ജനപ്രതിനിധികളായിട്ടാണ് ഞങ്ങളിവിടെ വന്ന് സംസാരിക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ LDF UDF ജനപ്രതിനിധികൾ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ കസേര കളിയായി കളഞ്ഞുവെന്നും ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കണമെന്ന ഒരു ചിന്തയും ബഹളമുണ്ടാക്കിയ ജനപ്രതിനിധികൾക്കില്ലെന്നും BJP കൗൺസിലർ ജയശങ്കർ വിമർശിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഇത്തരത്തിൽ ലജ്ജാവഹമായ പ്രവൃത്തി നടത്തില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ഇവരുടെ ഈ പ്രവൃത്തി ജനകീയ പ്രക്ഷോഭത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ കംപ്ലൈൻറ്റുകളാണ്, വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. ആ വിളിച്ചു വരുത്തിയത് വളരെ ലജ്ജാവഹം എന്നല്ലാതെ എന്താണെന്ന് പറയുക, ചെറിയ സ്കൂളിലെ കുട്ടികൾ വരെ ഇങ്ങനെ കളിക്കില്ല, അങ്ങനത്തെ രീതിയിലുള്ള കസേരക്കളിയൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കും ഒരു താല്പര്യവുമില്ല. അതിപ്പോൾ UDF ആയാലും ശരി, LDF ആയാലും ശരി, യാതൊരു താല്പര്യം ഇവർക്ക് ഇതിൽ കാണുന്നില്ല. ഇത് വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന്. അതേസമയം ഒറ്റപ്പാലം നഗരസഭയിൽ ഭരണവിരുദ്ധ സമിതിയാണ് നിലവിലുള്ളത് എന്നും LDF UDFും ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ മത്സരം നടത്തുകയാണെന്നുമാണ് BJP കൗൺസിലർ സ്വരൂപ് ആരോപിക്കുന്നത്. LDFും UDFും ഒത്തുകളിച്ച് ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്നും സ്വരൂപ് പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നും ജനങ്ങൾ ഇതിന് തിരിച്ചടി നൽകുമെന്നും സ്വരൂപ് വ്യക്തമാക്കി. ഇവിടെ നടക്കുന്നത് ഇവർ തമ്മിലുള്ള കസേരക്കളിയാണ്. ഈ കസേരക്കളിക്ക് കൂട്ടുനിൽക്കലല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകരുടെയും ജോലി. ഇവർ LDF UDF എന്ന് ഒത്തുകളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കലാണ് ഇവിടെ ഒറ്റപ്പാലം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് LDFും UDFും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ്. ഈ ഒത്തുകളിക്ക് കൂട്ടുനിൽക്കുന്നത് നഗരസഭാ ചെയർപേഴ്സണും നഗരസഭാ വൈസ് ചെയർമാനുമാണ്. ഇത്തരം ഒത്തുകളികൾക്കും കൂട്ടുകളികൾക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും.